സംഘർഷഭരിതമായ ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉണ്ടായിരുന്നത്. ഒടുവിൽ അല്ലെങ്കിൽ ഒരു ആക്രമണത്തിലേക്ക് അത് കടന്നിരിക്കുന്നു. ഇസ്രയേൽ അമേരിക്ക സംയുക്തമായ നീക്കം എന്ന് തന്നെയാണ് ഇതിനെ മനസ്സിലാക്കുന്നത്. പി ജെയിംസ് കൂടി ചേരുന്നുണ്ട്. പി ജെയിംസ്, ഏറെ ദിവസങ്ങളായി ഇങ്ങനൊരു ആശങ്കയുടെ മുൾമുനയിലായിരുന്നു. അതിനൊടുവിൽ ഇപ്പോൾ ഇറാനിലേക്ക് മിസൈലുകൾ പായിച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ പിന്തുണയോടുകൂടി തന്നെ ഇസ്രയേൽ. ഗൂഗിൾ, ഇത് വളരെ സങ്കീർണമായ തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇറാന്റെ തലസ്ഥാനമായ തെഹ്റാനിലാണ് അറ്റാക്ക് ഉണ്ടായിട്ടുള്ളത്. ഇസ്രായേല് മിസൈലുകൾ അയച്ചിരിക്കുന്നു. അവിടെ സ്ട്രൈക്ക് നടത്തിയിരിക്കുന്ന ഒരുപാട് സ്ഫോടനങ്ങളുടെയും തീച്ചുരുളുകൾ ഉതിയുന്നതിന്റെയൊക്കെ വിഷ്വൽസ് വരുന്നുണ്ട്. എണ്ണപ്പാടങ്ങൾക്ക് നേരെ ആക്രമണം നടന്നിട്ടുണ്ടോ എന്നുള്ള സംശയം ഉയർന്നിട്ടുണ്ട്. എന്തായാലും ഇത് വല്ലാത്ത തരത്തിലൊരു പ്രീ എംപ്റ്റീവ് സ്ട്രൈക്ക് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പ്രീ എംപ്റ്റീവ് സ്ട്രൈക്ക് എന്ന് പറയുമ്പോൾ ഇറാൻ കയറി ഇസ്രായേലിനെ ആക്രമിക്കാതിരിക്കാൻ ചെയ്തുവെന്നാണ് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കട്സ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇറാൻ തിരിച്ചടിക്കുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിൽ വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പുറത്തിറങ്ങരുത്, വർക്ക് പ്ലേസുകളിൽ അവിടെ തന്നെ ഇരുന്നോളണം, ഒരു തിരിച്ചടി വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇസ്രായേലിലെ ജനങ്ങളോട് പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞിരിക്കുന്നു. ഇറാനിൽ നിന്ന് ചൈന, ഇന്ത്യ അടക്കം പല രാജ്യങ്ങളുടെ, അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെയൊക്കെ പൗരന്മാർ നാടുവിട്ട് പോയിട്ടുണ്ട്. ഒരുപക്ഷെ ഇസ്രായേൽ ഇങ്ങനെ ഒരു അടി അടിക്കുമ്പോൾ അമേരിക്കയുടെ അനുവാദമില്ലാതെ അങ്ങനൊരു ആക്രമണം നടത്താൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ട് അമേരിക്കയുടെ ഒരു പിന്തുണയോടുകൂടിയുള്ള ഒരു ആക്രമണം എന്ന് കാണേണ്ടി വരും. ഇല്ലെങ്കിൽ ഒരുപക്ഷെ പറയാം ഇസ്രായേൽ ഒറ്റയ്ക്ക് അടിച്ചതാണ്, അമേരിക്ക ഇടപെട്ടിട്ടില്ല. കാരണം അമേരിക്ക ഇതിന് തയ്യാറാവാത്തതിന് കാരണം ഇറാനിലേക്ക് ആക്രമണം നടത്തിയാൽ അമേരിക്കയുടെ 8 ബേസുകൾ, അവിടുത്തെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ, താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുമെന്ന് ഇറാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് അറബ് രാജ്യങ്ങളൊക്കെ അമേരിക്ക ആക്രമണം നടത്തുന്നതിനെതിരാണ്. സൗദി അറേബ്യ, ഖത്തർ, ഒമാൻ, കുവൈറ്റ്, ജോർദൻ അടക്കം അവിടുത്തെ പ്രമുഖ രാജ്യങ്ങളൊക്കെ അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നതിനെതിരായിട്ട് നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക മാറി നിൽക്കുകയും ഇസ്രായേൽ ആക്രമണം ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നത്. ജൂണിൽ ഇതുപോലെയുള്ള ഒരു ആക്രമണം നടന്നതാണ്. ആ ജൂണിലെ ആക്രമണത്തിൽ 12 ദിവസം ഏറ്റുമുട്ടിയപ്പോൾ ഇസ്രായേലിലേക്കും വലിയ രീതിയിലുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചിട്ടുള്ള ആക്രമണം നടന്നിരുന്നു. എന്തായാലും ഇസ്രായേൽ നേരത്തെ തന്നെ അമേരിക്കയോട് പറഞ്ഞതാണ്, ഞങ്ങളെ അമേരിക്ക ആക്രമിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് ഇറാനെ ആക്രമിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ യഥാർത്ഥത്തിൽ പശ്ചിമേഷ്യയിൽ വലിയ സംഘർഷത്തിന് സാധ്യതയുള്ള ഒരു യുദ്ധത്തിന്റെ തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. ഇറാൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ അടിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും. അതുപോലെ ആയിരക്കണക്കിന് ബാലിസ്റ്റിക് മിസൈൽ അവരുടെ കയ്യിലുണ്ട്. ഒരുപക്ഷെ ഇസ്രായേലിന്റെ കയ്യിലാണ് ടെക്നോളജിയും യുദ്ധവിമാനങ്ങൾ, F-35 പോലുള്ള യുദ്ധവിമാനങ്ങളൊക്കെ ഉള്ളത് ഇസ്രായേലിന്റെ കയ്യിലാണ്. പക്ഷെ ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകളുടെ കാര്യത്തിൽ ഒരുപക്ഷെ അതിന്റെ സൈന്യത്തിന്റെ കാര്യത്തിലും ഇസ്രായേലിനേക്കാൾ മുൻപിലാണ്. സ്വാഭാവികമായിട്ടും ഇത് ഇന്ത്യയും വളരെ കരുതലോടെയാണ് നോക്കുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രായേലിലേക്ക് സന്ദർശനം നടത്തി തിരിച്ചു വന്നതിന് തൊട്ടുപിറകെയാണ് ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യക്കും ഗൾഫ് അറബ് രാജ്യങ്ങളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പോയതിനെതിരെ ആശങ്കയൊക്കെ പ്രകടിപ്പിച്ചതിന് തൊട്ടുപിറകെ തന്നെ ഇസ്രായേൽ കയറി അടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയും കരുതലോടെയാണ് ഈ നീക്കങ്ങളെ കാണുന്നത്. ഇസ്രായേലിനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രമിച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഫലം കണ്ടിട്ടില്ല. ഇസ്രായേൽ കയറി ആക്രമണം നടത്തിയിരിക്കുന്നു എന്നുള്ളത് ലോകമെമ്പാടും എണ്ണവില കൂടുകയും പണപ്പെരുപ്പം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്കൊക്കെ ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ രൂക്ഷമാവാനാണ് സാധ്യത. എന്തായാലും ഇസ്രായേൽ അടിച്ച സ്ഥിതിക്ക് ഇറാൻ അത് നോക്കിയിരിക്കും എന്ന് പറയാനാവില്ല. പക്ഷെ ഇസ്രായേൽ കണക്കുകൂട്ടുന്നത് അവിടെ പ്രക്ഷോഭം നടക്കുന്നതുകൊണ്ട് ഇറാനിൽ ഒരു ഭരണമാറ്റം കൊണ്ടുവരാൻ കഴിയും എന്നുള്ള തരത്തിലാണ് അവരുടെ അറ്റാക്ക് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇറാനിൽ കയറി ഇസ്രായേൽ നടത്തിയ ആക്രമണം ഇപ്പോഴത്തെ അവസ്ഥയിൽ പശ്ചിമേഷ്യയിൽ വലിയ രീതിയിൽ സംഘർഷത്തിലേക്കും യുദ്ധത്തിലേക്കും പോകാൻ തന്നെയാണ് സാധ്യത. അമേരിക്ക എന്ത് നിലപാടെടുക്കും എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള നിലപാടുകളൊന്നും വന്നിട്ടില്ല. അമേരിക്ക ഇപ്പോൾ മൗനം പാലിക്കുകയാണ്. പക്ഷെ ഗൾഫ് രാജ്യങ്ങൾ അതിശക്തമായ തരത്തിലാണ് ഇതിനോട് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. പി ജെയിംസ്, ഒരു കാര്യം, ഖത്തറിൽ US എംബസി ഷെൽട്ടർ ഇൻ പ്ലേസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്നത് കൂടി വിവരം ഇപ്പോൾ അൽ ജസീറ പുറത്തുവിടുന്നുണ്ട്. അതായത് മുമ്പത്തെ പോലെ ഖത്തറിലേക്ക് ഒരുപക്ഷെ ഇറാന്റെ മറുപടി ആക്രമണം ഉണ്ടായേക്കാമെന്ന ആശങ്കയോ അല്ലെങ്കിൽ ജാഗ്രതയോ US സ്വീകരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ അന്ന് അമേരിക്ക കയറി ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയപ്പോഴാണ് അമേരിക്കൻ സേനാ താവളത്തിലെ ഖത്തറിലെ ദോഹയിലേക്ക് ആക്രമണം നടത്തിയത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ അമേരിക്ക അതിന് തയ്യാറാവാത്ത സാഹചര്യത്തിൽ ഖത്തറിൽ കയറി ഇറാൻ ആക്രമിക്കാൻ തൽക്കാലം സാധ്യതയില്ല.
പക്ഷേ അമേരിക്ക രംഗത്ത് വന്നാൽ സ്വാഭാവികമായിട്ട് ഖത്തർ അമേരിക്കയുടെ സേനാത്താവളങ്ങളുടെ മുഖ്യ സെൻട്രൽ കമാൻഡാണ്. അതുകൊണ്ട് ഖത്തറിലേക്ക് ആക്രമണം നടക്കാൻ സാധ്യതയുണ്ട്. കുവൈറ്റ് ഉണ്ട്, UAE ഉണ്ട്, സൗദി അറേബ്യ ഉണ്ട്, പ്രധാനപ്പെട്ട സേനാത്താവളങ്ങൾ. പക്ഷെ ഈ സേനാത്താവളങ്ങളിൽ നിന്നൊന്നും അമേരിക്കയ്ക്ക് ആക്രമിക്കാനായിട്ടുള്ള മറ്റേ താവളം കൊടുക്കില്ല എന്ന് സൗദി അറേബ്യ, UAE അടക്കമുള്ള രാജ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ജോർദാനാണ് ഇപ്പോ അത്യാവശ്യം അമേരിക്കയ്ക്ക് യുദ്ധവിമാനങ്ങൾ കൊണ്ടുവരാനുള്ള സൗകര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ഇപ്പോ ഇറാന്റെ തീരത്ത് ഒരു പ്രധാനപ്പെട്ട USS എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പലുണ്ട്. അതിൽ 90 യുദ്ധ വിമാനങ്ങളുണ്ട്, ഡിസ്ട്രോയേഴ്സ് ഉണ്ട്, ചുറ്റും 10 യുദ്ധ കപ്പലുകൾ ഇത് ചുറ്റിപ്പറ്റിയുണ്ട്. ഒപ്പം തന്നെ USS ജെറാൾഡ് ഫോർഡ് എന്ന ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പൽ ഇറാന്റെ തീരത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ റെഡി ഫോർ എ വാർ എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് കേൾക്കുന്നത് അത്ര സുഖകരമായ കാര്യങ്ങളല്ല. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളൊക്കെ ബാധിക്കുന്ന പണപ്പെരുപ്പം, എണ്ണ കിട്ടാത്ത അവസ്ഥ. $70 എണ്ണയുടെ വില എന്ന് ഒരു ബാരലിന് പറയുമ്പോൾ 158 ലിറ്ററാണ്. അതിന് $100 എണ്ണയുടെ വില കൂടും. അങ്ങനെ വന്നാൽ അവശ്യ സാധനങ്ങൾക്കൊക്കെ വില കൂടാനുള്ള സാധ്യതയുണ്ട്. ഇറാന് ചുറ്റുമുള്ള ദശലക്ഷക്കണക്കിന് മലയാളികൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അവരൊക്കെ ആശങ്കയിലാക്കുന്ന സംഭവവാസങ്ങളാണ് ഇസ്രായേലിന്റെ ആക്രമണത്തോടെ തുടങ്ങി വെച്ചിരിക്കുന്നത്. എന്തായാലും ഇത് പ്രീ എംപ്റ്റീവ് സ്ട്രൈക്ക് എന്ന് മാത്രമേ ഇസ്രായേൽ പറഞ്ഞിട്ടുള്ളൂ. യുദ്ധമെന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങളെ ആക്രമിക്കാതിരിക്കാൻ ഞങ്ങൾ അടിക്കുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അത് വിശ്വസിക്കാൻ സാധിക്കില്ല. കാരണം ഇസ്രായേൽ ഒരു യുദ്ധത്തിന് തയ്യാറായി നിൽക്കുകയാണ്. ഗോകുൽ, PP ജെയിംസ്, നേരത്തെ തന്നെ നമുക്കറിയാം ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെയുള്ള ഈ മീഡിയേഷൻ നടക്കുന്നുണ്ടെങ്കിൽ പോലും അതിനിടയിൽ തന്നെ ആക്രമിക്കുമെന്ന മുന്നറിയിപ്പ്, അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന മറുപടി, ഇതൊക്കെ നീണ്ടുപോകുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ മിസൈലുകൾ അങ്ങോട്ടേക്ക് വർഷിച്ചിരിക്കുന്നത്. ഇറാന്റെ മറുപടി എങ്ങനെയാവും? ഒരൊറ്റ ബുദ്ധി എന്നാണ് എപ്പോഴും വിശേഷിപ്പിക്കുക. ഇറാൻ എങ്ങനെ പ്രതികരിക്കുമെന്നത് അപ്രവചനീയമാണ്. അത് ഏത് നിലയിലേക്ക്, എങ്ങോട്ടേക്ക്, ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലേക്കാണോ അതല്ല ഇസ്രയേലിലേക്ക് തന്നെയായിരിക്കും ആക്രമണമെന്ന് നമുക്ക് ഉറപ്പിക്കാനേ കഴിയില്ല. ഒരു നീണ്ട യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ സംഘർഷത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ? അതല്ല ഈ ചർച്ചകളെ നെഗോഷിയേറ്റ് ചെയ്യുന്ന ഈ പ്രോസസ്സിനെ ഒന്ന് വേഗത്തിലാക്കാൻ ഒരു സമ്മർദ്ദം, ആ നിലയിൽ ഇത് ഒതുങ്ങുമോ? അല്ല, യഥാർത്ഥത്തിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ആണവായുധ കരാർ സംബന്ധിച്ചുള്ള ചർച്ച വിയന്നയിൽ നടക്കാനിരിക്കുകയാണ്. അതില് സമ്മർദ്ദം ചെലുത്താൻ വേണ്ടി കൂടിയായിരിക്കും ഈ പ്രീ എംപ്റ്റീവ് സ്ട്രൈക്ക് നടത്തിയിരിക്കുന്നത്. പക്ഷെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനിൽ വലിയ കാലത്തോളം മുന്നേ വനിതകളുടെ വലിയ പ്രക്ഷോഭം, ലക്ഷക്കണക്കിന് സ്ത്രീകൾ പ്രക്ഷോഭത്തിന് ഇറങ്ങിയതാണ്. അതിന് പിറകെയാണ് കഴിഞ്ഞ നാളുകളിൽ അവിടെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം നടക്കുകയും ആയിരക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെടുകയൊക്കെ ചെയ്തത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഇസ്ലാമിക ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ്. ആയത്തുള്ള ഖൊമേനി, ഇറാന്റെ പരമോന്നത നേതാവ്, ബങ്കറിനുള്ളിൽ ഒളിവിലാണ്. അവരുടെ പ്രമുഖ നേതാക്കൾ, അവരുടെ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ അടക്കം മറ്റേ ബങ്കറുകളിലേക്ക് പോയെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ തവണ ആക്രമിച്ചപ്പോൾ ഇസ്രായേൽ ആദ്യം കയറി ആക്രമിച്ചത് അവിടുത്തെ സൈന്യാധിപന്മാരെയും ആണവ ശാസ്ത്രജ്ഞരെയുമാണ്. അവര് താമസിക്കുന്ന സ്ഥലങ്ങൾ കൃത്യമായി കണ്ടെത്തി അതൊക്കെ തകർത്ത് അവരെയൊക്കെ കൊല്ലുകയായിരുന്നു. അപ്പൊ ആ തരത്തിലുള്ള ഒരു ആക്രമണത്തിനുള്ള സാധ്യതയുള്ളത് കൊണ്ടും മൊസാദിന്റെ സാന്നിധ്യം ഇറാനിൽ വലിയ രീതിയിലുള്ളത് കൊണ്ടും കഴിഞ്ഞ തവണ ഇറാന്റെ 1000 പേരാണ് കൊല്ലപ്പെട്ടത്. അപ്പൊ ഇറാൻ ഇത്തവണ വളരെ സൂക്ഷിച്ച് അവരവിടെ മൊബൈൽ ഫോണുകൾ അടക്കം എല്ലാം മാറ്റി അവർ ബങ്കറുകളിലേക്ക് മാറിയിരിക്കുകയാണ്. കാരണം ആയത്തുള്ള ഖമനിയെ വധിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ പ്രഖ്യാപനം നടത്തിയിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ വെളിച്ചത്തിൽ സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാവുന്നത് ഇറാനിലേക്ക് നടത്തിയ ആക്രമണത്തിന് അവർ തിരിച്ചടിക്കും. ഇപ്പോൾ അവർ ഇസ്രായേലിലേക്കായിരിക്കും തിരിച്ചടിക്കുക. കാരണം ഇസ്രായേലില് അയൺ ഡോമുകൾ ഉണ്ടെങ്കിലും കഴിഞ്ഞ തവണ ക്ലസ്റ്റർ ബോംബുകൾ അയച്ച് അയൺ ഡോമുകളെ വെട്ടിച്ച് പ്രധാനപ്പെട്ട ഇസ്രായേലിന്റെ നഗരങ്ങളിൽ തിരിച്ചടി നടത്തിയിരുന്നു ഇറാൻ. അതുകൊണ്ട് ഇറാൻ വെറുതെ ഇരിക്കുമെന്ന് പ്രതീക്ഷിക്കാനാവില്ല. എന്ന് മാത്രമല്ല, ജൂണിലെ ഏറ്റുമുട്ടലിന് ശേഷം ആയിരക്കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ വിന്യസിച്ചിട്ടുണ്ട്, അവർ നിർമ്മിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഇറാന് ചൈനയുടെ പിന്തുണയുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ചൈനയുടെ പിന്തുണയുണ്ടെന്ന് മാത്രമല്ല, അവിടുത്തെ കപ്പൽ വേദക മിസൈലുകൾ CM-302, CM-302 എന്ന വളരെ പ്രകടശേഷിയുള്ള ചൈനയുടെ മിസൈലുകൾ ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഈ വിമാനവാഹിനി യുദ്ധക്കപ്പലുകളെ ടാർഗറ്റ് ചെയ്യാനായിട്ട് ഇറാൻ ഉപയോഗിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് സംബന്ധിച്ച് ധാരണയായിട്ടുണ്ട്. ചൈനയിൽ നിന്ന് ഇഷ്ടംപോലെ ആയുധങ്ങൾ കഴിഞ്ഞ തവണയും ഇറാനിൽ എത്തിയിരുന്നു, ഇത്തവണ എത്താൻ സാധ്യതയുണ്ട്. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇത് നിർണായകമാണ്. വെനിൻസുവേലയിൽ നിന്നാണ് വെനിൻസുവേലയിലെ 80% ചൈന എണ്ണ കൊണ്ടുവന്നിരുന്നു. പിന്നെ ഇറാനിൽ നിന്ന് 80% എണ്ണ വാങ്ങുന്നതും ചൈന തന്നെയാണ്. അപ്പൊ ചൈനയ്ക്ക് കിട്ടേണ്ട എണ്ണയുടെ വിഹിതം കുറയുകയും
ഇപ്പോഴത്തെ അവസ്ഥയിൽ ചൈനയ്ക്ക് ഇറാനെ ആക്രമിക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല. അതുകൊണ്ട് ചൈന ഒരുപക്ഷെ ഇതിൽ പങ്കുചേരുകയാണെങ്കിൽ ഇതൊരു റീജിയണൽ വാറിനപ്പുറം അത് സംഭവിക്കാതിരിക്കട്ടെ, ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കൊക്കെ തുടങ്ങാനുള്ളതിന്റെ ഒരു ചെറിയ തീപ്പൊരിയായിട്ട് വേണം ഇതിനെ കാണാനായിട്ട്. കാലം സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് കരുതാം. ഗൂഗിൾ തീർച്ചയായും ഏറ്റവും ഒടുവിൽ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ടെഹ്റാനിൽ ആക്രമണം നടക്കുന്നു. അത് ആയത്തുള്ള ഖമനയുടെ ഓഫീസ് സമുച്ചയത്തിനടുത്താണ് ഈ സ്ഫോടനം. ആദ്യ സ്ഫോടന ശബ്ദം കേട്ടതെന്ന വിവരങ്ങളുണ്ട്. കിഴക്കൻ ടെഹ്റാനിലും സ്ഫോടന ശബ്ദം കേട്ടതായിട്ട് ഇറാൻ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഷെൽട്ടർ ഇൻ പ്ലേസ് നടപ്പാക്കിയിരിക്കുന്നു. ഖത്തറിലെ US എംബസി, അതായത് US ഉദ്യോഗസ്ഥർ, അവിടെയുള്ള എംബസി ഉദ്യോഗസ്ഥരടക്കം സുരക്ഷിതമായ കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ കെട്ടിടങ്ങൾക്കുള്ളിൽ തന്നെ തുടരുക. പുറത്തേക്കുള്ള നീക്കം, ചലനങ്ങൾ അല്ലെങ്കിൽ യാത്ര മുഴുവൻ ഒഴിവാക്കാനുള്ള നിർദ്ദേശം വരുന്നു. ഇസ്രയേലിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇറാൻ ഏത് നിലയിലായിരിക്കും ഈ ആക്രമണത്തോട് പ്രതികരിക്കുക എന്ന ആശങ്ക കൂടി നിലനിൽക്കുകയാണ്. പശ്ചിമേഷ്യയിൽ വീണ്ടും ഒരു സംഘർഷം, അത് നീണ്ടു നിൽക്കുന്ന ഒരു സംഘർഷമായി മാറുമോ എന്ന ആശങ്കയാണ് വരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.